ഹലോ ഫ്രണ്ട്സ്, നാം ഇന്ന് ഇംഗ്ലീഷിൻ്റെ ഒരു മുഖ്യമായ വിഷയമാണ് നമ്മൾ പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇംഗ്ലീഷ് എളുപ്പമെന്ന് പഠിക്കാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതെങ്ങനെ പഠിക്കണം? അത് വളരെ നിസ്സാരമായി നമുക്ക് പഠിക്കാൻ സാധിക്കും. അതിനെന്താണ് മാർഗം? ഒരു വാക്ക് ഒരു ദിവസം പഠിക്കുക, അതിൻ്റെ അർത്ഥം പഠിക്കുക, അതിൻ്റെ സ്പെല്ലിങ് പഠിക്കുക, അതിൻ്റെ യൂസേജ് പഠിക്കുക. എല്ലാം കൂടി ഒരുപാടൊന്നുമില്ല, ഒരു 5 മിനിറ്റ് എടുത്താൽ മതി. ഡിക്ഷണറി എടുക്കുക, ഒരു വാക്ക് പഠിക്കുക, അതിൻ്റെ യൂസേജ് പഠിക്കുക, അതിൻ്റെ സ്പെല്ലിങ് പഠിക്കുക. ഇത്രയേ ഉള്ളൂ. മടക്കി വെച്ചേക്കുക. അത് 10 പ്രാവശ്യം 15 പ്രാവശ്യം ഓർത്ത് കഴിയുമ്പോഴത്തേക്ക് അത് ബൈഹാർട്ടായി മാറും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ പ്രയാസമില്ലാതെ പഠിക്കാവുന്ന കാര്യങ്ങളാണ്. പഠനത്തിൽ വളരെയധികം ടെക്നിക്കുകളുണ്ട്. അത് നമ്മൾ ഒരു ഇരിപ്പിൽ ഇരുന്ന് പഠിക്കുവാൻ തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമല്ല വിദ്യാഭ്യാസം. വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് പഠിക്കേണ്ടത്. അത്രയൊന്നും കാര്യമൊന്നും ഇല്ല ഇതിനകത്ത്. പെട്ടെന്ന് പഠിക്കാവുന്ന കാര്യമുള്ളൂ. നമ്മൾ വളരെ ഭയങ്കരമാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണത് ഭയങ്കരമാകുന്നത്. നിസ്സാരമാണ്, ഒരു കാര്യവുമില്ല എന്ന് നമ്മൾ വിചാരിച്ചു കൊണ്ടൊന്നും ഇങ്ങോട്ട് സമീപിച്ച് നോക്കുക. നമ്മൾക്ക് എല്ലാം എളുപ്പമായി മാറും. നമ്മൾ അതിനെ സമീപിക്കുന്ന എങ്ങനെയും വളരെ പാടാണ്. ഇതൊന്നും പഠിച്ച് കേൾക്കുവാനും എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് എന്നുള്ള മാനസിക ചിന്താഗതി മാറ്റുക. എന്നെക്കൊണ്ട് നടക്കും. ഇതിനേക്കാൾ വലിയ ഭാരമേറിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതിനെ അഭിമുഖീകരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പോൾ തന്നെ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കണം. നമ്മൾക്കപ്പോൾ ആരും നമ്മളുടെ കൂടെ നിൽക്കുകയില്ല. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറയുന്നത് പോലെ അതുണ്ടെങ്കിൽ നമ്മളെ ആരും തോൽപ്പിക്കുവാനാവില്ല മക്കളെ. അതുകൊണ്ട് മക്കളെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്, ഓരോ ദിവസവും നിങ്ങൾ ഒരു വാക്ക് പഠിക്കണം. ഒരു വാക്ക് പഠിച്ചെന്നാൽ തീർച്ചയായിട്ടും ആ ഡിക്ഷണറി എടുക്കുക, ഒരു വാക്ക് പഠിക്കുക, അതങ്ങ് മനസ്സിലാക്കുക, അതിൻ്റെ യൂസേജ് പഠിക്കുക, അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും അതിനെ സംബന്ധിക്കുന്ന പഠിക്കുക. പഠിച്ചു കഴിഞ്ഞെന്നാൽ അത് ബൈഹാർട്ടായി. അത് ഇടയ്ക്കൊന്ന് ഓർത്ത് നോക്കുക. അങ്ങനെ നമ്മൾ ഒരു ഡിഗ്രി ഒക്കെ കഴിയുമ്പോൾ, ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഡിഗ്രി കഴിയുമ്പോൾ BA-യോ BSc-യോ BCom-ഓ MCom ഒക്കെ കഴിയുമ്പോൾ നമ്മൾക്കൊരു വലിയ ഒരു സമ്പത്ത്, പുസ്തകത്തിൻ്റെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അടുക്കി വെച്ചിരിക്കും. അതിൽ നിന്ന് നമുക്ക് എടുത്താൽ മതി. ഏത് പരീക്ഷയ്ക്ക് പോയാലും നമ്മൾ പരാജയപ്പെടുകയില്ല, നമ്മൾ ഒന്നാമനായിരിക്കും. അത് ഉറപ്പുള്ള കേസ് കേട്ടാ. അതുകൊണ്ട് മക്കളെ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഈ കാര്യങ്ങളിലേക്ക് കടക്കുക. നമ്മൾക്ക് വളരെ നിസ്സാരമായി നമ്മൾക്ക് ജീവിതത്തിലേക്ക് കടന്നു പോകാം. ഒരു പ്രയാസവും ഇല്ല, ദുഃഖങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്നുള്ള ആശംസകളോടുകൂടി നമ്മൾ പറയുന്നു. നമ്മളെ കൊണ്ട് കഴിയും. നമ്മൾ പഠിക്കുക, ശ്രമിക്കുക. നമ്മൾ ഒരു വാക്ക് ഒരു ദിവസം പഠിക്കുക, അതിനുവേണ്ടി ഒരു മാറ്റിവെക്കുക, അതിൻ്റെ യൂസേജ് പഠിക്കുക. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ ജീവിതത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ തുടങ്ങാം. നമ്മൾ നൗണ്ട് നമ്പറുകളെ കുറിച്ചാണ് പറയുന്നത്. നൗൺ നമ്പേഴ്സ്. നൗണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നൗണ്ട് നമ്പേഴ്സ് പറയണം. ഇപ്പം ഒരു വാക്കിനോട് കൂടി SORES ചേർത്ത് തന്നാൽ അതിൻ്റെ പ്ലൂരൽ കിട്ടും. അത് സാറ് പറയാതെ ഞങ്ങൾക്കറിയാം, അല്ലേ? എന്നാണ് മനസ്സിൽ തോന്നുന്നത്. SORES ചേർത്ത് തന്നാൽ അതിൻ്റെ പ്ലൂരൽ ഫോം കിട്ടും, അതിൻ്റെ ബഹുവചന രൂപം കിട്ടും. ബോയ്സ്, അത് സാറ് പറയാതെ ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇനി വേറെ വല്ലതും ഉണ്ടോ സാറിന് പറയാം? ക്ലാസ്സസ്, അതും അറിയാം, ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ബ്രഷസ്, അത് ഞങ്ങൾക്കറിയാം. പിന്നെന്താണ് നിങ്ങൾക്കറിയാൻ മേലത്ത്? മാച്ച്, MATCH, മാച്ച്. അതിൻ്റെ എന്താണ്?
CH ആണ്. CHനോട് കൂടി ES ചേർക്കണം, മാച്ചസ്. അപ്പോൾ എസ്, SH, CH, എക്സ് ഈ അക്ഷരങ്ങളോട് കൂടി അതിൻ്റെ പ്ലൂരൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി SOR ചേർക്കണം. മാച്ച്, MATCH, മാച്ച്, മാച്ചസ്. അതുപോലെ തന്നെ അടുത്ത നമുക്ക് എന്താണ്? ടാക്സ്. എക്സാണ് വരുന്ന ഒടുവിൽ, TAX, ടാക്സ്, ടാക്സസ്. പിന്നെന്താണ്? ബോക്സ്, BOX, ബോക്സ്, ബോക്സസ്. അതുപോലെ തന്നെ അപ്പം എസ്സിൽ അവസാനിക്കുന്നതും SHൽ അവസാനിക്കുന്നതും CHൽ അവസാനിക്കുന്നതുമായിട്ടുള്ള വാക്കുകൾ, എക്സിൽ അവസാനിക്കുന്ന വാക്കുകളോട് കൂടി അതിൻ്റെ പ്ലൂരൽ ഫോം കിട്ടുന്നതിന് എസ് അല്ലെങ്കിൽ ES ചേർക്കണം. ഓക്കെ, ഇത് നമുക്ക് അടുത്ത് നോക്കാം. ഓയിൽ അവസാനിക്കുന്ന വാക്കുകൾ ഉണ്ട്. ആ ഓയിൽ അവസാനിക്കുന്ന വാക്കുകളോട് കൂടിയും നമ്മൾ എന്ത് ചേർക്കണം? ES ചേർത്തുന്നാൽ അതിൻ്റെ പ്ലൂരൽ കിട്ടും. ഫോട്ടോ, ഫോട്ടോസ്. അതുപോലെ തന്നെ എക്കോ, എക്കോസ്. ഇവയെല്ലാം തന്നെ എന്താണ്? ഓയിൽ അവസാനിക്കുന്നതാണ്. അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ്? അതായത് ഓയിൽ അവസാനിക്കും, എന്നാൽ ഓയിൽ അവസാനിക്കുന്ന ചില വാക്കുകൾ, ചില നൗണുകളുടെ എസ് ചേർത്താൽ മതി. ചില നൗണുകളുടെ കൂടെ മാത്രമേ എസ് ചേർക്കാവുള്ളൂ. എല്ലാത്തിൻ്റെയും കൂടി നമുക്ക് കുറേ എസ് ഉണ്ടെന്നും പറഞ്ഞ് ഇരിക്കട്ടെ, അതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ എസ് ഒന്നും പറഞ്ഞ് ചേർക്കരുത്. കിലോ, KILO, കിലോ, അതിൻ്റെ കൂടെ എസ് ചേർക്കാം, കിലോസ്. അതുപോലെ തന്നെ എന്താണ്? റേഷ്യോ, RATIO, റേഷ്യോ, അതിൻ്റെ കൂടെ എസ് ചേർക്കാം, റേഷ്യോസ്. അപ്പം എന്നാൽ ഓയിൽ അവസാനിക്കുന്ന ചില നൗണുകളുടെ കൂടെ എസ് ചേർത്താൽ മതി. ഇനി അടുത്തത് വൈയിൽ അവസാനിക്കുന്ന ക്രിയകളുണ്ട്. വൈയിൽ അവസാനിക്കുന്നത് എന്ന സിംഗിളിനോടുകൂടി അതിൻ്റെ പ്ലൂരൽ ഫോം ആക്കുന്നതിന് എന്ത് ചെയ്യണം? IES ചേർക്കണം. എന്ത് ചേർക്കണം? IES ചേർക്കണം. IES എന്ന് പറയുമ്പോൾ ലേഡി, LADY ആണ്. ആ Y വരുമ്പോൾ നമ്മൾ ഓർത്തണം IES ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലൂരലായി, ലേഡീസ്. അതുപോലെ തന്നെ ബേബി, BABY, ബേബി. Y വരുമ്പോൾ എന്താണ്? Y മാറ്റിയിട്ടും IES ചേർക്കണം, അതിൻ്റെ പ്ലൂരൽ ഫോം കിട്ടും. അതുപോലെ തന്നെ സ്റ്റോറി, സ്റ്റോറീസ്, STORY, IES ചേർക്കണം, സ്റ്റോറീസ്. അപ്പം നമുക്കത് മനസ്സിലായി. ഇനി നമുക്കെന്താണ്? FO അല്ലെങ്കിൽ FE അവസാനിക്കുന്ന സിംഗുലറിനോട് കൂടി VES ചേർക്കണം. F അല്ലെങ്കിൽ FEയിൽ അവസാനിക്കുന്ന സിംഗുലർ വാക്കിനോട് കൂടി എന്ത് ചേർക്കണം? VES ചേർക്കണം, VES. അപ്പം തീഫ്, THIEF, തീഫ്. തീഫിനോട് കൂടി എന്ത് ചേർക്കണം? തീവ്സ്, THIEVES, VES ചേർത്തു. അതുപോലെ തന്നെ വൈഫ്, വൈഫിൻ്റെ കൂടെ എന്ത് ചേർക്കണം? WIEIFE, വൈഫ്, WIFE, വൈഫ്. അതിൻ്റെ വൈഫ്സ്, WIVES, വൈഫ്സ്. അതുപോലെ തന്നെ ലൈഫ്, LIFE, ലൈഫ്. അതിൻ്റെ പ്ലൂരൽ എന്താണ്? ലൈഫ്സ്, LIVES, ലൈഫ്സ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കിനി അടുത്തതിലേക്ക് കടക്കാം. അടുത്തെന്താണ്? ചില സിംഗുലർ വാക്കിൻ്റെ മധ്യത്തിൽ വവ്വൽ ചേർക്കുന്നു. വവ്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്വരാക്ഷരങ്ങൾ. അപ്പം മാൻ, മാൻ്റെ എന്താണ്? മെൻ, മനുഷ്യർ. മാൻ, മനുഷ്യൻ. മെൻ, മനുഷ്യർ. അത് എ മാറ്റിയിട്ടും അതിൻ്റെ പ്ലൂരലാക്കുന്നതിന് ഇ ചേർക്കുന്നു. ഇ എന്ന് പറയുന്നത് അത് വവ്വൽ സൗണ്ടാണ്. അതുപോലെ തന്നെ നൈസ്, NICE, നൈസ്. അതുപോലെ തന്നെ മൗസ്. ഇനി ടൂത്ത്, ടൂത്ത്, മൗസ്, MOUS, മൗസ്. അത് മൈസ്, MICE, മൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചേർക്കുന്നു? അതിൻ്റെ വവ്വൽ മാറ്റിയിട്ട് അതിൻ്റെ ഐ ചേർക്കുന്നു. വവ്വലിൻ്റെ മാറ്റിയിട്ട് ഒരു ചില സിംഗുലർ വാക്കിൻ്റെ മധ്യത്തിൽ വവ്വൽ ചേർക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്ലൂരൽ ഫോം കിട്ടും. ടൂത്ത്സ്, ടൂത്തിൻ്റെ TOOTH, ടൂത്ത്സ്. അതിൻ്റെ ഓ മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ടീത്ത്സ്. അതിൻ്റെ പ്ലൂരൽ ഫോം നമുക്ക് കിട്ടി. അപ്പോൾ ഇതുകൂടെ കൂടാതെ കൊണ്ട് തന്നെ
ചില നൗൺസിൻ്റെ കൂടെ നമുക്ക് EN ചേർക്കുന്നു. ഓക്സ്, ഓക്സൻ, ചൈൽഡ്, ചിൽഡ്രൻ, അല്ലാതെ കൊണ്ട് ചിൽഡ്രൻ അത് കിട്ടുന്നു. അതുപോലെ തന്നെ ചില നൗണിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കുന്നു? സിംഗുലറും പ്ലൂരലും ഒന്ന് തന്നെയാണ്. ചില നൗണിൻ്റെ സിംഗുലറും പ്ലൂരലും ഒന്ന് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതെന്തൊക്കെയാണെന്ന്? അതായത് ഷീപ്പ് തന്നെയാണ് അതിൻ്റെ പ്ലൂരല്. എയർക്രാഫ്റ്റ് എന്ന് തന്നെയാണ് അതിൻ്റെ പ്ലൂരല്. ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിൽ എങ്ങനെ നമ്മൾ പഠിക്കണം, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് വിധങ്ങൾ, പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ പഠിക്കണം, പൊതുവെ എങ്ങനെ പഠിക്കണം, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തരാം. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും യാതൊരു കാരണവശാലും മറക്കല്ലേ മക്കളെ. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ശ്രമിച്ച് നോക്കാം. PSCക്ക് പരീക്ഷയ്ക്ക് ജയിക്കാനുള്ള മാർഗം പല മാർഗങ്ങളുണ്ട്. അതിൽ നമ്മളൊരു മാർഗമാണ് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. താങ്ക് യു വെരി മച്ച്.